എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ക്യാപ്റ്റൻ തോഷിറോ ആളാണെങ്കിൽ ഈ പൈസനെ കുറിച്ചും അവന്റെ ഹോലോ ആർമിയെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ ഇച്ചിഗോയ്ക്കും അവിടെയുള്ള ക്യാപ്റ്റൻസിനും എല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. അവര് ദിവസങ്ങൾ കഴിയും തോറും കൂടുതൽ കൂടുതൽ പവർഫുൾ ആയിട്ട് വരികയാണ്. എപ്പോ വേണമെങ്കിലും വലിയൊരു യുദ്ധം അത് ആരംഭിക്കാം. അതിനുവേണ്ടിയുള്ള വെറും ഒരു മുന്നൊരുക്കം മാത്രമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പോ ആ ഒരു 2 മോൺസ്റ്റേഴ്സിനെ കാണിക്കും. അതിൽ ആ സെക്കൻഡ് മോൺസ്റ്റർ ആണെങ്കിൽ അവന്റെ കണ്ണ് അതങ്ങനെ വലിച്ചൂരി ഐസന്റെ അടുത്തേക്ക് കൊണ്ടുവരും. അതിനുശേഷം അത് ക്രഷ് ചെയ്യാണ്. അതവൻ ക്രഷ് ചെയ്യേണ്ട താമസം എന്തൊക്കെയോ ചില പാർട്ടിക്കിൾസ് അതങ്ങനെ പുറത്തേക്ക് സ്പ്രെഡ് ആവും. അത് പതിയെ പതിയെ ഐസനിലേക്ക് എത്തി അവിടെ നടന്ന എല്ലാ സംഭവങ്ങളും അവൻ അങ്ങനെ അവന്റെ വിഷനിൽ കാണുകയാണ്. ആ 2 മോൺസ്റ്റേഴ്സും ഹ്യൂമൻ വേൾഡിലേക്ക് വന്നതും അവിടെ വെച്ച് ഇച്ചിഗോയായിട്ട് ഫൈറ്റ് ചെയ്തതും ഒരുപാട് ഹ്യൂമൻസിന്റെ സോളുകൾ അബ്സോർബ് ചെയ്തതും അവസാനം ഇച്ചിഗോയായിട്ട് ഫൈറ്റ് ചെയ്ത് കൈ നഷ്ടപ്പെട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് തിരികെ വന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ കാണും. അവൻ ആ കാഴ്ചകളൊക്കെ കണ്ട് നൈസായിട്ട് ചിരിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ മറ്റൊരു ഭാഗത്തുള്ള ഹോലോസിനെ കാണിക്കുകയാണ്. അതിലൊരു നീലമുടിയനാണെങ്കിൽ ജിമ്മൻ ഹോലോയെ കളിയാക്കും. നിങ്ങൾ 2 പേരും പോയിട്ടും ആ ഇച്ചിഗോയെ അവനെ തകർക്കാൻ കഴിഞ്ഞില്ലല്ലേ, മറിച്ച് ഇച്ചിഗോ അവൻ നിന്റെ കൈ അത് തകർത്തെറിഞ്ഞു അല്ലേ, ഒരു കാരണവശാലും അവനെ ഇനി വെറുതെ വിടാനായിട്ട് പാടില്ല, ഞാൻ അവനോട് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് അവനെ തോൽപ്പിച്ച് എവിടേക്ക് കൊണ്ടുവരുമെന്ന് ആ നീലമുടിയും പറയും. അത് കേട്ട് ജിമ്മനാണെങ്കിൽ അവനോട് പറയും, നീ കരുതും പോലെ അവനത്ര നിസ്സാരക്കാരനൊന്നുമല്ല, അതുമാത്രമല്ല ഞാൻ ഇച്ചിഗോയായിട്ട് തനിയാണ് ഫൈറ്റ് ചെയ്തത്. അവനോട് ഫൈറ്റ് ചെയ്ത് ഒരു ലെവലിൽ എത്തിയപ്പോഴേക്കും സാക്ഷാൽ ഉറഹറയും ആ ക്യാറ്റ് ലേഡിയും അവർ 2 പേരും ആ ഫൈറ്റിൽ ഇടപെട്ടു. ഒരു 3 പേരും ചേർന്ന് എന്നെ അറ്റാക്ക് ചെയ്തതുകൊണ്ട് മാത്രമാണ് എനിക്ക് എന്റെ കൈ നഷ്ടപ്പെട്ടതും അവരുമായിട്ടുള്ള ഫൈറ്റിൽ ഞാൻ തോറ്റുപോയതും. ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ട് ഇച്ചിഗോയെ തോൽപ്പിച്ച് അവനുമായിട്ട് മാത്രമേ ഞാൻ ഇവിടേക്ക് വരികയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നീലത്തലയനാണെങ്കിൽ അതൊന്നും വിശ്വസിക്കാനായിട്ട് തയ്യാറാവില്ല. ഇവിടെ ആ സെക്കൻഡ് മോൺസ്റ്റർ അവനാണെങ്കിൽ ഐസോയോട് തീർത്ത് പറയും ആ ഇച്ചിഗോയ്ക്ക് അവന് മറ്റെന്തോ ഒരു പവറുണ്ട്, ആ 2 പവറും കമ്പൈൻ ചെയ്താണ് അവൻ അത്രയും പവർഫുൾ ആയത്. അവൻ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കൊരു വലിയ വെല്ലുവിളിയാവും, അതിനു മുൻപ് ഞാൻ തന്നെ അവനെ കൊന്നു കളയും. പക്ഷെ മുടിയനാണെങ്കിൽ അതൊന്നും കേട്ട് അവനിൽ വലിയ വിശ്വാസവും തോന്നില്ല. ഇവിടെ ഐസനാണെങ്കിൽ ആ സെക്കൻഡ് മോൺസ്റ്ററിന് ഫുൾ സപ്പോർട്ട് കൊടുക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ റാഞ്ചിയും ആ ചുന്ദരി പെണ്ണും അവർ 2 പേരും ചേർന്ന് ആ മോഡ്സോൾ ഡോളിനെ അതിനെ കളിപ്പിക്കുകയാണ്. പക്ഷേ ഇച്ചിഗോയ്ക്കാണെങ്കിൽ ഒരുപാട് നേരം അവരെ എല്ലാവരെയും അവന്റെ വീട്ടിൽ നിർത്താനായിട്ട് കഴിയില്ല. പപ്പ, അവന്റെ സിസ്റ്റേഴ്സ് എന്നിങ്ങനെ ഒരുപാട് പേര് അവിടെ ഓൾറെഡി ഉണ്ട്. അതിന് റാഞ്ചി പറയും, നിങ്ങളെ കൊണ്ട് എന്തായാലും പെട്ടെന്ന് ഇവിടുന്ന് പോകാനായിട്ട് കഴിയില്ല. ആ ഐസനും അവന്റെ ഹോളോ ടീംസും അവരേത് നിമിഷം വേണമെങ്കിലും യുദ്ധമായിട്ട് ഈ ഹ്യൂമൻ വേൾഡിലേക്ക് വരാം. സോ നിനക്ക് സപ്പോർട്ടിന് ഞങ്ങൾ എല്ലാവരും വേണം. നിന്നെ കൊണ്ട് ഒരിക്കലും ഒറ്റയ്ക്ക് അത്രയും ഹോളോസിനെ തകർക്കാനായിട്ട് കഴിയില്ല. പക്ഷെ ഹീറോയ്ക്കാണെങ്കിൽ അതൊന്നും കാര്യമായിട്ട് തോന്നില്ല. ഇച്ചിഗോ ആണെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ അങ്ങനെ മുഖം തിരിച്ച് നിൽക്കും. ഹീറോ ഇച്ചിഗോ ആണെങ്കിൽ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല നിങ്ങൾ ഇത്രയും പേരെ ഈ വീട്ടിൽ നിർത്താനായിട്ട്, അത് ശരിക്കും വലിയ റിസ്ക് ആണ്. ഓൾറെഡി എൻ്റെ സിസ്റ്റേഴ്സിന് ഒരുപാട് സംശയങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. സോ ഇത്രയും പേര് ഇവിടെ നിന്നാ അത് ഒട്ടും ശരിയാവില്ല എന്ന് ഹീറോ അടിച്ചു പറയും. അത് കേട്ട നമ്മുടെ ചുന്ദരി ക്യാപ്റ്റൻ അവളാണെങ്കിൽ ഒരു ഹുക്കൊക്കെ ഓപ്പൺ ചെയ്ത് ഹീറോയെ നോക്കി അങ്ങനെ സെഡ്യൂസ് ചെയ്ത് നിൽക്കുകയാണ്. ഹീറോ ആണെങ്കിൽ പെട്ടെന്ന് കണ്ണടയ്ക്കും. അതിനുശേഷം ഒരു കണ്ണ് മാത്രം പതിയെ തുറന്ന് ആ കാഴ്ച കണ്ട് അങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. അല്പസമയം കഴിഞ്ഞ് ഹീറോ ആണെങ്കിൽ അവളെ പുറത്തേക്ക് കൊണ്ടുവരും. അതിനുശേഷം അവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി വീട്ടിൽ നിന്ന് ആ ക്യാപ്റ്റൻസിനെ എല്ലാം അങ്ങനെ പറഞ്ഞയക്കുകയാണ്. അല്പസമയം കഴിഞ്ഞ് ഹീറോ അവനാണെങ്കിൽ തിരികെ അവന്റെ റൂമിലേക്ക് വരികയാണ്. ആ സമയം കൊണ്ട് റുക്കിയ അവളൊരു സാഡ് സ്റ്റോറിയൊക്കെ പറഞ്ഞ് ഇച്ചിഗോടെ പപ്പയെയും അവന്റെ സിസ്റ്ററെയും അവരെ 2 പേരെയും കൺവിൻസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നും. പക്ഷേ റുക്കിയ അവൾ സമർത്ഥമായിട്ട് അവരെ കൺവിൻസ് ചെയ്തെടുക്കുകയാണ്. മാത്രമല്ല അവളുടെ ബ്രദറിന്റെ ഫോട്ടോ അത് അവള് അവിടെ പതിപ്പിച്ച് വെക്കും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ചുന്ദരി പെണ്ണ് അവളാണെങ്കിൽ ഈ ഒർഹിബയുടെ വീട്ടിലേക്ക് വന്ന് അവിടെ നിൽക്കാനായിട്ട് അവളോട് പെർമിഷൻ ചോദിക്കും. ഒർഹിബയാണെങ്കിൽ രണ്ടാമൊന്നും ചിന്തിക്കാതെ ചുന്ദരി പെണ്ണ് ക്യാപ്റ്റനെ അവളോടൊപ്പം അവിടെ നിർത്തുകയാണ്. ഒർഹിബയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് വിഷമത്തിലാണ്. അത് കണ്ട് നമ്മുടെ ചുന്ദരി പെണ്ണ് ക്യാപ്റ്റൻ അവളാണെങ്കിൽ കാര്യം തിരക്കും. അതിന് ഒർഹിബ പറയും, ഇച്ചിഗോ അവനിപ്പോ ഒരുപാട് ടെൻഷനിലാണ്. ലാസ്റ്റ് നടന്ന ഫൈറ്റിൽ അവന്റെ കോൺഫിഡൻസ് അതെല്ലാം തന്നെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവനിപ്പോ ഭയങ്കര വീക്കാണ്. എങ്ങനെയെങ്കിലും അവനെ പഴയതുപോലെ ആക്കി മാറ്റണം. അവന്റെ മൈൻഡൊക്കെ ഒന്ന് ചില്ലാക്കണം. എങ്കിലും മാത്രമേ എനിക്കും ഒരല്പമെങ്കിലും ആശ്വാസം തോന്നൂ. ഞാൻ എന്നും അവനെക്കുറിച്ച് ഓർത്താണ് ടെൻഷൻ അടിക്കാറ്. അതുമാത്രമല്ല ആ റുഖ്യ അവൾ എപ്പോഴും ഇച്ചിഗോടെ കൂടെ തന്നെയാണ്. അവനിൽ കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുക, ആവശ്യമില്ലാതെ അവനെ ഹേർട്ട് ചെയ്യുക, അങ്ങനെ അവൾ എപ്പോഴും അവനെ ഉപദ്രവിച്ചു കൊണ്ടേ
പറഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്കതും ഒട്ടും ഇഷ്ടമല്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ചുന്ദരി പെണ്ണ് അവൾക്ക് ഏകദേശം ഒർഹിബയുടെ മൈൻഡും അവളുടെ പ്രശ്നം എന്താണെന്ന് കറക്റ്റായിട്ട് പിടികിട്ടും. ചുന്ദരി പെണ്ണാണെങ്കിൽ ഇപ്പോൾ ഒർഹിബയോട് പറയും, ഇത് സത്യത്തിൽ ഹ്യൂമൻസിന്റെ ഫീലിംഗ് ആണ്, ജലസ് ഫീലിംഗ്. എനിക്ക് ഇച്ചിഗോയോട് മറ്റെന്തോ ഒരു ഫീലിങ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്രകാരം അവനോട് വല്ലാത്തൊരു പോസിറ്റീവ്നെസ് നിനക്ക് തോന്നുന്നത്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ കാരക്കുറ സിറ്റിയുടെ ഒരു ഭാഗം കാണിക്കുകയാണ്. അവിടേക്ക് ആ ഹറങ്കാസ് ഹോളോസ് അവർ ഇച്ചിഗോയെ കണ്ടെത്താനായിട്ട് ഒരു ടീമായിട്ട് എത്തിയിരിക്കുകയാണ്. ഇത്തവണ അവരുടെ നേതാവ് അത് ആ നീലമുടിയനാണ്. മറ്റുകളാണെങ്കിൽ കാരക്കുറ സിറ്റിയിൽ എത്തേണ്ട താമസം സിറ്റിയിലുള്ള എല്ലാ ആൾക്കാരെയും അങ്ങനെ സെൻസ് ചെയ്യാണ്. അവർ സെൻസ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ആ സോൾ സൊസൈറ്റിയിൽ നിന്ന് ഒരുപാട് സോൾ റീപ്പർ ക്യാപ്റ്റൻസ് ഇപ്പോ സിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞുവെന്ന്. ആ നീലമുടിയനാണെങ്കിൽ അവന്റെ മെമ്പേഴ്സിന് ഇപ്പോ നിർദ്ദേശം കൊടുക്കുകയാണ്, നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഇവിടെ ഒരുപാട് സോൾ റീപ്പർ ക്യാപ്റ്റൻസ് ഉണ്ട്. അവരുടെ ആരുടെ കണ്ണിൽ ചെന്ന് പെടാനോ അവരുടെ ഇടയിൽ പെട്ടുപോകാനോ പാടില്ല. നമ്മുടെ ലക്ഷ്യം സാക്ഷാൽ ഇച്ചിഗോ ആണ്. അതുപോലെ തന്നെ അവന്റെ ഫ്രണ്ട്സും. അവർക്കിടയിലും ഒരുപാട് സ്പ്ലിറ്റ് പ്രഷർ ഇപ്പൊ ഫോം ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ കറക്റ്റായിട്ട് കണ്ടെത്തിയാൽ മാത്രമേ നമ്മളുടെ എല്ലാവരുടെയും പ്ലാന് അത് വർക്കൗട്ട് ആവൂ. മാസ്റ്റർ ഐസൻ ആവശ്യം അവരെയാണ്. സോ എങ്ങനെയെങ്കിലും അവരെ അവന്റെ അടുത്തേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ അവരെ നശിപ്പിക്കണം. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഇച്ചിഗോയെ കാണിക്കും. അവനാണെങ്കിൽ റുക്കിയോട് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവൾക്ക് അവന്റെ വീട്ടിൽ പുതിയൊരു റൂം തന്നെ പ്രൊവൈഡ് ചെയ്യും. അവൾക്കാണെങ്കിൽ ആ റൂം അത് ഒരുപാട് ഇഷ്ടപ്പെടും. അവൾ ഇച്ചിഗോയോട് താങ്ക്സ് പറഞ്ഞ് ആ റൂമിന്റെ ഭംഗി അത് ആസ്വദിച്ച് നിൽക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ആലങ്കാർ ഹോളോസ് അവറ്റകളാണെങ്കിൽ ഇച്ചിഗോയെയും അവന്റെ ഫ്രണ്ട്സിനെ പിടിക്കാൻ ലക്ഷ്യമിട്ട് അങ്ങനെ ഫ്ലൈ ചെയ്ത് കാരക്കുറ സിറ്റിയുടെ മുകളിലൂടെ പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.